ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ട് രീതിയിലുള്ള ലൊക്കേഷനാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. കറൻറ്റ് ലൊക്കേഷനും ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ലൈവ് ലൊക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചിട്ട് അയച്ചു കൊടുത്തിരിക്കുന്ന ആ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമിനകത്ത് വെച്ച് മറ്റുള്ളവർക്ക് ആർക്കാണോ നിങ്ങൾ സെൻഡ് ചെയ്തിരിക്കുന്നത് അവർക്ക് നിരീക്ഷിച്ച് അവർക്ക് നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ലൈവ് ലൊക്കേഷൻ സെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വാട്സപ്പ് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏത് കോൺടാക്റ്റിലായിട്ടാണോ നിങ്ങൾക്ക് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യേണ്ടത് ആ കോൺടാക്റ്റ് ജസ്റ്റ് ഒന്ന് എടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന പ്ലസ് ഐക്കൺ അല്ലെങ്കിൽ പിൻ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെയായിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുകൾ ഭാഗത്തായിട്ട് നമുക്ക് മാപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണാം. അതിൽ തന്നെയായിട്ട് പച്ച ഡോട്ടിൽ നമ്മളുടെ ലൈവ് ലൊക്കേഷൻ നിലവിൽ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഷെയർ ലൈവ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നുള്ളതിന് താഴെയായിട്ട് എത്ര ടൈം ഡ്യൂറേഷൻ വേണം എന്നുള്ളത് ചോദിക്കുന്നതായിരിക്കും. 15 മിനിറ്റ്, 1 മണിക്കൂർ, 8 മണിക്കൂർ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുന്ന ടൈമിനുള്ളിലുള്ള ടൈമിലായിരിക്കും അവർക്ക് ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ 8 hours എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 9:49 ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി 8 മണിക്കൂർ ഉള്ളിലായിട്ട് ഞാൻ ഈ ഡിവൈസുമായിട്ട് എവിടേക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും ഈ ലൊക്കേഷൻ ലഭിച്ചിരിക്കുന്ന ആൾക്ക് ആ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഞാൻ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എൻ്റെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ അവർക്കറിയാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ 2 വാഹനത്തിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതായിരിക്കും. ലൊക്കേഷൻ അറിയുന്ന ആൾ ഫ്രണ്ടിലത്തെ വാഹനത്തിലാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഷെയറിങ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ഷെയറിങ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. പിന്നീട് അവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ലായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത്. വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.